സ്വന്തം പ്രശ്നങ്ങൾ പറയാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒരിക്കലും നിങ്ങളോട് പുറത്തിറങ്ങി ഒരുപാട് ആളുകളെ നോക്കി പോകാനും ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പറയില്ല. കാരണം ഇത് ചെറിയൊരു കാറ്റഗറി ആളുകൾക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഇമോഷനാണ്. മറ്റുള്ളവർ ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുക, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, നീ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കല്ലേ എന്നൊക്കെയാണ്. എന്നാൽ ഈ ഇമോഷനിലൂടെ എല്ലാവർക്കും കടന്നു പോകാൻ പറ്റില്ല. ഈ ഇമോഷൻ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റികൾ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ഇൻ്റലിജൻ്റ് ആയിരിക്കും, നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിരിക്കും, നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ടായിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത്യാവശ്യം വേറെ ലെവലായതുകൊണ്ടാണ് സുഹൃത്തെ നിങ്ങൾ ഈ രീതിയിൽ ഒറ്റപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഞാനൊക്കെ ഒരേ കാറ്റഗറിയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഒരാളെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സ് വരാനുള്ള റീസൺ ആവുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഒറ്റപ്പെടലിന് കാരണമാവുന്ന ചില റീസൺസ് ഉണ്ട് സുഹൃത്തെ. അതിലേക്കാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആ റീസൺ ഇങ്ങനെ കിടന്ന് ഓവർ തോട്ട്സ് ആയിട്ട് മാറുകയാണ്. ആ റീസൺസ് എന്തൊക്കെയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഓവർ തോട്ട്സ് ആയിട്ട് മാറുന്നത്. നിങ്ങൾ പേടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ 1, 2, 3, 4, 5 കാര്യങ്ങളായിരിക്കും, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ കിടന്നിങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ 24 മണിക്കൂറും ആ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്രെയിനിന് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. നിങ്ങളുടെ ബ്രെയിൻ ആ റീസൺസിൻ്റെ മുകളിൽ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ അഡിക്റ്റഡ് ആയി പോയിരിക്കുന്നു സുഹൃത്തെ. നമുക്ക് അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ പതിയെ കിട്ടും. ആ ധാരണ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതും അതിൻ്റെ മുകളിൽ കിടന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ളതുമാണ് ഈ ഒറ്റപ്പെടലിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു നോട്ടും ഒരു പെന്നും എടുക്കാം. ഞാനിങ്ങനെ 24 മണിക്കൂറും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. എങ്ങനെ എഴുതണമെന്നറിയോ? ഒരു ചിന്ത ഒരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ ഒരു സൊല്യൂഷൻ എഴുതാനുള്ള ഒരു സ്പേസ് ഇട്ടുകൊണ്ട് വേണം അടുത്ത ചിന്ത എഴുതാൻ. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. ചിലപ്പോൾ ഇതാരാണ് പറയാൻ പറ്റാത്തൊരു പ്രശ്നമായിരിക്കും. ചിലപ്പോൾ എൻ്റെ ഹെൽത്ത് എന്താ ഇങ്ങനെ, ചിലപ്പോൾ എന്നെ എന്തിനാണ് ആളുകൾക്ക് ഇങ്ങനെ പറ്റിക്കുന്നത്, എന്നെ എന്താ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ താഴെ ഒരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതി വെച്ചാൽ അത് നിങ്ങളുടെ ഹൃദയത്തിനൊന്ന് ലഘൂകരിക്കുമെന്ന് പറയാം. അതായത് എനിക്ക് പറയാൻ ആരും ഇല്ലെങ്കിലും ഞാനതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ബ്രെയിനിന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങും. ഓരോ പ്രശ്നങ്ങളുടെ അടിയിലും നിങ്ങൾ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ ഇപ്പോൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ബ്രെയിനിന് നമ്മളൊരു ടൈം ഗ്യാപ്പ് കൊടുക്കുകയാണ്. ഇതേപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ എഴുതുകയാണ്. എന്താണ് എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വരാത്തത്, എന്താണ് ആളുകൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്, എനിക്ക് പുറത്തിറങ്ങി സംസാരിക്കാനൊരു പേടി പോലെ ഉണ്ട്, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എന്നെ കാണാൻ അത്ര പോരെ, അത് ശരിക്കും സത്യമാണോ, എന്നെപ്പറ്റി ആരോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെറുതെ പറഞ്ഞതല്ലേ. ഇതുപോലെ നിങ്ങളുടെ എന്നും വരുന്ന ആ ചിന്തകളുണ്ടല്ലോ, നിങ്ങളെ കൺഫ്യൂഷനാക്കുന്ന ചില ചിന്തകൾ ഇങ്ങനെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇതൊക്കെ സാമ്പിളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വേണം എഴുതാൻ. ഞാൻ ഈ പറയുന്ന സ്റ്റൈലിലൂടെ എല്ലാവർക്കും കടന്നു പോകാൻ കഴിയില്ല. അതാ പറഞ്ഞത്, ചെറിയൊരു കാറ്റഗറി ആളുകൾക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ. സത്യം പറയട്ടെ സുഹൃത്തെ, ഇങ്ങനെ ഒരു 5-6 പ്രശ്നങ്ങൾ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവും ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നത്. അതിലൊരു ക്ലാരിറ്റി നിങ്ങളുടെ ബ്രെയിനിന് കിട്ടും. ഇനി നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ചിന്തിക്കാന്നറിയോ? ഇത്രയും പ്രശ്നങ്ങളാണല്ലേ ഇയാൾക്കുള്ളത്, ഇനിയിപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഒരു സ്പേസ് അവിടെ ഇങ്ങനെ കിടക്കുന്നില്ലേ. ഇനി ആ സ്പേസിനെ പറ്റിയായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുക. അതായത് സുഹൃത്തെ, നിങ്ങൾ ഈ പോയിൻറ്റുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും, ഇത്രയും പ്രശ്നങ്ങൾ എനിക്കുള്ളായിരുന്നോ, ഇപ്പം ഞാനൊന്ന് ഫ്രീ ആയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എന്താ ആലോചിക്കുക എന്നുള്ള തോട്ടിലേക്ക് നിങ്ങൾ പോകും. അവിടെ മുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം അനുഭവപ്പെടാൻ തുടങ്ങും. ഈ ധൈര്യം നിങ്ങളിലേക്ക് ഒരു സൊല്യൂഷനായിട്ട് മാറാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഈ പുസ്തകം നിങ്ങൾ 1-2 ദിവസം അങ്ങനെ വായിച്ചു നോക്കുക. സൊല്യൂഷൻ പതിയെ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനൊരു കാര്യം ചെയ്യണം, ഈ പ്രശ്നം മാറാൻ ഇങ്ങനൊരു കാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അത് പതിയെ നിങ്ങളിങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും.
ആ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതാൻ തുടങ്ങും, ആ സ്പേസിൽ എഴുതാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബ്രെയിനിന് നിങ്ങളൊരു ക്ലാരിറ്റി കൊടുത്തു. ഇനി നിങ്ങൾക്കൊരു അവയർനെസ് വേണം. അവയർനെസ് എന്താണെന്നറിയോ, ഇത് അത്യാവശ്യം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, നല്ല ഇൻട്രോവേർട്ടുകളായിട്ടുള്ള, നല്ല കഴിവുള്ള ആളുകളിൽ സംഭവിക്കുന്ന ഒരു നോർമൽ ഇമോഷനാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അത്യാവശ്യം നല്ല രീതിയിൽ പല കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്ന ശാസ്ത്രജ്ഞന്മാരൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇവരൊന്നും നോർമൽ ലൈഫല്ല കൊണ്ടുപോയത്. ഇവരൊക്കെ നിങ്ങളെപ്പോലുള്ള കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഒന്ന് മാറിയിരുന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ലൈഫാണ് കൊണ്ടുപോയത്. സുഹൃത്ത്, നിങ്ങൾക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, നിങ്ങൾ ആ ഒരു കാറ്റഗറിപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഡിഫറൻ്റ് ആയത്. അത് നിങ്ങൾ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം, ഒന്ന് അംഗീകരിക്കാം. ഞാൻ കുറച്ച് ഡിഫറൻ്റാണ്, അതുകൊണ്ടാണ് എനിക്ക് ഈ രീതിയിലുള്ള ചില ചിന്തകളൊക്കെ സംഭവിക്കുന്നത്. അതിനുള്ള സൊല്യൂഷൻ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവിടെ ഒരു ഡൗട്ട് വരുന്നത് കൊണ്ടാണ് ആ സൊല്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കാലങ്ങളിങ്ങനെ കടന്നു പോകുന്നത്. അതിൽ ഇന്ന് മുതൽ ഒരു തീരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു തോട്ട്സിലൂടെ നിങ്ങൾ കടത്തി വിടാൻ തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഒരുപാടൊന്ന് ഫ്രീ ആയിട്ടുണ്ടാവാം. ഇനി നിങ്ങളുടെ മൈൻഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സൊല്യൂഷൻസിനെ ആയിരിക്കാം. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനും കഴിഞ്ഞു, അവെയർനെസ്സും സംഭവിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് വിടാൻ നിങ്ങൾ ചില വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ വഴികൾ എന്നറിയോ? അതിന് ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വെറുതെ തന്നെ ഒരു 2 കിലോമീറ്റർ നടന്നു നോക്കാം. ഒരു 300 രൂപ കൊടുത്ത് ഒരു ബാഡ്മിൻ്റൺ സെറ്റപ്പ് വീട്ടിൽ അറേഞ്ച് ചെയ്ത് വീട്ടിലുള്ള ആളുകളുടെ കൂടെയൊക്കെ ഒന്ന് കളിക്കാൻ നോക്കാം. റൂമിൽ കുറച്ച് എനർജറ്റിക് പാട്ടുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചാടി കളിക്കാൻ നോക്കാം. ഒന്ന് എനർജറ്റിക് ആവാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് സൊല്യൂഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അതോടുകൂടി ഈ ഇരുന്നുള്ള ചിന്തകളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൈവേർഷൻ സംഭവിക്കും. അത് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സംഭവിപ്പിക്കുന്നതാണ്, അതാരും ചെയ്തു തരില്ല. അത് നിങ്ങളുടെ കഴിവാണ്, അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇത്ര എനർജറ്റിക് ആവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി നോക്കാം. ഈ ആർട്ട്, ക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പ്രസൻറ്റ് ടെൻസിലേക്ക് ഇറങ്ങി ചെയ്യാൻ താല്പര്യമുള്ള ചില വർക്കുകളിലേക്ക് ഒന്ന് ബിസി ആവാൻ നിങ്ങൾ ശ്രമിക്കുക. അത് എന്ത് തന്നെയാണെങ്കിലും ഈ നാച്ചുറുമായിട്ട് ബന്ധത്തിലുള്ള പ്രസൻറ്റ് ടെൻസിൽ അവെയർ ആവുന്ന ചില കാര്യങ്ങളായിരിക്കണം, അത്രേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇനി ഒറ്റൊരു കാര്യം വരുന്നുണ്ട്, കണക്റ്റ് സ്മോൾ. നിങ്ങൾ വലിയ കണക്ഷൻ ഉണ്ടാക്കാൻ ഇറങ്ങേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഒരാളുമായിട്ടുള്ള ഒരു കണക്ഷനെങ്കിലും നിങ്ങൾ നിരന്തരം നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു കണക്ഷന് നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ഫ്രണ്ടായിരിക്കാം, വീടിനടുത്തുള്ള ആളായിരിക്കാം, കൂടെ പഠിച്ച ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവരെ 3 ദിവസത്തിൽ കൂടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒന്ന് കോൾ ചെയ്യാനോ കാണാൻ പോകുന്ന രീതിയിലുള്ള ഒരു ബന്ധമോ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഒരു 2-3 മണിക്കൂർ നിങ്ങൾ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം പോക്കുക. അപ്പോൾ ഒറ്റപ്പെടാതിരിക്കാൻ ഇങ്ങനെയൊരു സ്മോൾ സർക്കിൾ നിങ്ങൾക്ക് നിർബന്ധമാണ് സുഹൃത്തെ. അത് ഫോണിലായാലും കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് കാണുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് ആളുകളൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ഉണ്ടായാൽ മതി. അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. അവരോട് പറയുക, സൊല്യൂഷൻ ഒന്നും എനിക്ക് ആവശ്യമില്ല, നീ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഈ രീതിയിലൊന്ന് ഒരു അപ്രോച്ച് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട, ചെറിയൊരു റിലീഫിന് വേണ്ടി തുറന്ന് പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ മാത്രം പറയാം. ഇത്രയൊക്കെ ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡെയിലി കുറച്ച് സമയം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുക. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നറിയോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാം, ഹിന്ദി പഠിക്കാം, തമിഴ് പഠിക്കാം, ഇതേപോലെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു സമയം ഡെയിലി മാറ്റി വയ്ക്കാം. ഒരു കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രീം ലൈനിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന രീതിയിൽ ഡെയിലി ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇത് പഠിക്കുന്ന കാര്യം മാത്രമാക്കണ്ട, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, ചില കൃഷികൾ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി നോക്കാം. നമ്മൾ വളരുന്നത് നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലോൺലിനെസ് മാറും. നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റാണ് നമ്മളുടെ ലോൺലിനെസ് ഇല്ലാതാക്കുന്നത്. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ സഹായിക്കാൻ നോക്കുക, ക്ലാസ്സൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ പാവപ്പെട്ടവരെ, പേഷ്യൻ്റായിട്ടുള്ള ആളുകളൊക്കെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡൊക്കെ ഒന്നുകൂടി ഒന്ന് വിശാലമാവും.
ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതിയെ പതിയെ നിങ്ങളുടെ ലോൺലിനെസ് ഒക്കെ നിങ്ങളിൽ നിന്ന് മാറും. എനിക്ക് പറയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് വിഷമിക്കേണ്ട ഒരു കാര്യമേ അല്ല. അത് ഒരു കാറ്റഗറി ആളുകൾ അങ്ങനെയാണ്. അതൊരു നോർമൽ ഇമോഷനാണ്. 100 ആളുടെ ഡാറ്റ എടുത്താൽ ഒരു 20 ആൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഒരു 20% ആളുകൾ ഈ ലോകത്ത് ഈ രീതിയിലുണ്ട്. അവർ കുറച്ച് ഇൻ്റലിജൻ്റ് ആണ്, ഹൈലി വേറെ ലെവലാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയല്ല. ഇത് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാലോ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലോ നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു റെസ്റ്റിംഗ് ആണെന്ന് കണ്ടാൽ മതി. ഒന്ന് ചാടി എണീറ്റ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ലെവലിലേക്ക് നിങ്ങൾ മാറേണ്ടി വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും അല്ലാതാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുക. നിങ്ങളുടെ ലൈഫിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാം. താങ്ക്സ് അലോട്ട്.